പ്രിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ മാനന്തവാടി വില്ലേജിലാണുള്ളത്. പിന്നെ ഇവിടെ പാണ്ടിക്കടവ് എന്ന ദേശത്ത് പാണ്ടിക്കടവ് ദേശത്ത് പള്ളിയറ എന്ന് പറഞ്ഞ മഹാദേവി ക്ഷേത്രമുണ്ട്. പോർക്കള ഭഗവതിയാണ്. പിന്നെ ചാമുണ്ടീശ്വരി, പിന്നെ ശാസ്താവ്, ഇങ്ങനെയുള്ള ഓരോരോ മൂർത്തികളാണ് ഉള്ളത്. അവിടെ പിന്നെ മലക്കാരി, അപ്പോൾ അവിടെ മലക്കാരി നട തുറന്നു. ഞാൻ കാണിച്ചു തരാം. നമസ്തേ. നമസ്തേ. എന്താ പേര്? നൈനിക. നൈനിക. എത്രയല്ല പഠിക്കുന്നത്? ഏത് സ്കൂളിന്റെ പേര് പറയും? സെന്റ് ആൻസ് ഇംഗ്ലീഷ് മീഡിയം. എവിടെയാ പേര്? അത് വെള്ളമുണ്ട. പിന്നെ ചുരൽമല അങ്ങോട്ട് പോകുന്ന വഴിക്കാ? അതല്ലല്ലോ. അതല്ല. അത് വേറെ 4-ാം മൈൽ. ആ, പിന്നെ എത്ര വരെയുണ്ട് ക്ലാസ്? 10ാം ക്ലാസ്. എൻ്റെ ICSE. എൻ്റെ ടീച്ചർ വരണം രശ്മി മിസ്. പിന്നെ അവിടുത്തെ പ്രിൻസിപ്പാളോ? പ്രിൻസിപ്പൽ ഷാജി മേക്കർ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരാ അവിടെ? എനിക്ക് മറ്റേ രശ്മി മിസ്സിനെ. നല്ലോണം പഠിപ്പിക്കുന്നുണ്ടോ? എന്തും കലാപരിപാടിയിലുണ്ടോ? ഡാൻസ് ഉണ്ട്. പിന്നെ അല്ലാണ്ട് കുറെ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതെയാ, അങ്ങനെല്ലാം ചെയ്യുന്നുണ്ട്. പാട്ട് പാടലുണ്ടോ? പാട്ടെല്ലാം പഠിക്കണം കേട്ടണ. നല്ല കുട്ടിയായിട്ട്. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ മുനിസിപ്പാലിറ്റിയിലാണ്. അമ്മയോ? അമ്മ ടീച്ചറാ, ഇപ്പൊ വർക്ക് ചെയ്യുന്നു. ഒരാളേ ഉള്ളൂ. പിന്നെ ഇതിപ്പോ 7ാം ക്ലാസ്സിൽ നില പറഞ്ഞ കലോത്സവത്തിൽ പങ്കെടുക്കലുണ്ടോ? ഞാൻ സ്റ്റേറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അത് എത്ര കിട്ടിയിട്ടുണ്ടോ? A grade കിട്ടിനാ? വെരി ഗുഡ്. ഇനി ഉയരങ്ങളിൽ എടുത്തിട്ട് കേട്ടാ. ഇത് കൂടി പേര് പറയും? നൈനിക. നല്ല നമസ്കാരം. നമസ്തേ. പേര് പറയും? എന്റെ പേര് രമ്യ. അല്ല, എവിടെയാ വീട്? അത് വെള്ളമുണ്ട തന്നെ. ഇവളത്? എന്റെ മോളാണ്. അവളോ? അവള് എന്റെ ഇളയച്ചന്റെ മോളാണ്. അതെയാ തന്നെ. അടുത്ത പോലെ ഉണ്ട് പടം നോക്കുമ്പോ. ഇല്ല, ഒരാളേ ഉള്ളൂ അല്ലേ? പിന്നെ ഹൗസ് വൈഫാണ് അല്ലേ? പേര് പറ. എല്ലാം പഠിക്കണം കേട്ടണ. എത്രല്ല പഠിക്കുന്നത്? 1ലാ പഠിച്ചിന്. പഠിച്ച് വലിയ കുട്ടിയാണോ കേട്ടണ? ശരി. ഇവിടെ ഉത്സവം തുടങ്ങുവാണ് 9-ാം തീയതി മുതൽ. ഇനി 14-ാം തീയതി വരെയാണ് ഉത്സവം. 14-ാം തീയതി ആണ് വാളും കൊണ്ട് പോകുന്ന ഇവിടെ വള്ളിയൂർക്കാവിലേക്ക് ഇവിടുന്ന് വാളും കൊണ്ട് പോകുന്ന ഒരു ഇത്. ഈ 14 അമ്മ അടുക്ക് പോവാം.
14-ാം തീയതി എപ്പോഴാണ് വാള് കൊണ്ടുപോവുക? 4 മണിയാകുമ്പോഴേക്ക് പോകും അല്ലേ? 5 മണിയാവും അല്ലേ? എന്തായാലും ആവും അല്ലേ? അങ്ങ് സന്ധ്യക്കല്ല എത്തണ്ടോ അല്ലേ? ഇവിടെ ഇതേപോലെ നിങ്ങൾ വന്ന പോലെ തന്നെ വന്നേ നമുക്ക്. അതെ അതെ. ഇതെയാ? അല്ല, ഏരിയ അല്ലേ? പുറത്തുനിന്ന് ഒരാള് ഷെല്ലി ചാക്കോന്നും പറഞ്ഞിട്ട്. പക്ഷെ അല്ല, 2-3 നിങ്ങൾ അമ്മേനെ എടുത്ത പാട്ടിനെ ഞാൻ കേട്ടു. ഇതന്നെ ഈ ഒരു കേസറ്റ് മൊത്തം അല്ലേ? എത്ര പാട്ട് എഴുതിയിട്ടില്ല? 5-6 എഴുതിയിട്ടില്ലേ? അതൊരു 2010 കൊല്ലം മുമ്പ്. 10 കൊല്ലം മുമ്പ് അല്ലേ? നമസ്തേ. എന്താ പേര്? ശ്യാമള. എവിടെയാ സ്ഥലം? സ്ഥലം നമ്മുടെ മാനന്തവാടിയാണ്. ഇപ്പം 2.5 കൊല്ലമായി തൊട്ടടുത്ത് കോതോട് പോയിട്ട്. ഇവിടുത്തെ ക്ഷേത്രവും മറ്റൊരു ക്ഷേത്രവും നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ടെന്ന് കേട്ടു, അതുകൊണ്ട് ഉണ്ട്. താഴങ്ങാടി ഇവിടെ ആണ് ഹനുമാൻ കോവിൽ. നിങ്ങളെ പൂർവ ദേശം എന്ന് പറയുന്നത് കർണാടകയാണ് അല്ലേ? പൂവടം. അങ്ങനെ പൂവടം കാരണന്മാരെ നരസിംഹമൂർത്തിയാണോ ആരാധിച്ചത്? മൂപ്പരാണ്. മൂപ്പര എല്ലാവരും ഇപ്പൊ ചെയ്യാം. മൂപ്പരിക്ക് കൊടുത്തില്ലേ, ചെന്നില്ലേ, കൊടുക്കൊന്നും വേണ്ട. അവിടെ ചെന്നില്ലേ പണി കിട്ടും. എത്ര കുട്ടികളാ? 3 കുട്ടികളാണ്. എല്ലാവരും എന്ത് ചെയ്യുന്നു? എല്ലാരും ഒന്ന് ഓരോ കാര്യങ്ങള് ആയിട്ട്. കുട്ടികളെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണമില്ല അല്ലേ?
ഇപ്പോഴേല് 2 മക്കള്. ആ ചേച്ചി മരിച്ചു പോയി. 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എന്നെ കൊണ്ടുപോയത്. എനിക്കൊരു മോനുണ്ട്. ഒരു വായുളിയേക്ക് ഉപകാരം ഇങ്ങനൊന്നും ആവശ്യമില്ല. എല്ലാം കൂടെ ഹനുമാൻ സ്വാമിയും പിന്നെ നരസിംഹമൂർത്തി ഒന്നിച്ചിട്ടുണ്ട്. പിന്നെന്തിനാ സത്യം അതന്നെ. അവര് കൈവിട്ടാലേ എന്റെ കാര്യം പോകും. പല സ്ഥലത്തും വീഴാൻ പോകുന്ന സമയത്ത് ഓർ തന്നെ കൈപിടിച്ച് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ലേ? എന്നാ എല്ലാം ശരിയായി പറ്റ്. അന്നത്തിന് ഈ സംരംഭം രണ്ടാം കൊല്ലം കഴിഞ്ഞ കൊല്ലം കൂടാൻ പറ്റിയില്ല. അമ്മ മരിച്ചോണ്ടൊന്നും ഒരു സ്ഥലത്തും കൂടാൻ പറ്റാതെ കാര്യമല്ലേ. അപ്പൊ 2ാം കൊല്ലം ദിവസം കഴിഞ്ഞ് ഇവിടെ വൃത്തിയാക്കുന്ന ഭയങ്കരമായ ഒരാള് ഇവിടെ വൃത്തിയാക്കാൻ വരണം. ഈ പെൻഷൻ്റെ സർട്ടിഫിക്കറ്റും കൊടുക്കാൻ വേണം, വരുമാന സർട്ടിഫിക്കറ്റ്. ഇവിടെ നിങ്ങൾക്ക് വന്നിട്ട് നല്ല അനുഭവം അല്ലേ? നല്ല അനുഭവം അല്ലേ? ഇവിടുത്തെ കമ്മിറ്റി ഹോളിൽ ചേർത്ത് പിടിച്ചിട്ടില്ലേ? പിന്നെന്താ എന്നിട്ട് ഭയങ്കരമായ ഒരു മൂർക്കൻ വീട്ടില്. ഈ വയസ്സിൽ ഞാൻ മഞ്ഞപ്പൊടി കൾച്ചൊക്കെ കൊണ്ട് എല്ലാം തളിച്ച് ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ഒറ്റയ്ക്ക് വാതിലെല്ലാം പൂട്ടി ഭക്ഷണം രാത്രി ഒരു ഭക്ഷണം കഴിക്കില്ല. രാത്രി ഒന്നും ഇല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലും കഴിച്ചു. ഈ ശ്യാമള ഈ സമയം അന്നത്തിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലല്ലോ? അല്ലേ? തിന്നാ കുറവല്ലുള്ളൂ. കുറവേ. ഉപാസന കുറച്ച് ബാക്കോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഉപാസന ഒന്നും എടുക്കുന്നില്ല ചില സമയങ്ങളിൽ. ഉപാസന എടുക്കാന് മുമ്പിട്ട് അങ്ങനെയല്ല. മുമ്പിട്ട് നല്ലോണം ഉപാസനയെല്ലാം എടുക്കലുണ്ട്. ചിലപ്പോ പ്രസവിച്ചു കൊടുത്തായിരിക്കും. ചിലപ്പോ രോഗി മൂക്കിലൊക്കെ പൈപ്പുള്ള രോഗി. നിങ്ങൾ ഓബ്നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരത്തില്ല. എന്നാലും പ്രാർത്ഥന ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവും. അതേ ഉപാസന എടുത്താല് ചിലപ്പോൾ ശുദ്ധിയുടെ ഉള്ളോടത്തായിരിക്കും. പണ്ട് എത്ര കൊല്ലം മുന്നേ ശിവരാത്രി നോറ്റി അത് മുറിക്കേണ്ടി വന്നു. ബോധമില്ലാത്ത ഉറക്കം. എന്നാ നല്ല നമസ്കാരം. കൊടിമരം കൊണ്ടുവരുവാന്നേ. നമസ്തേ.
ठीक